നമസ്കാരം, ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ആണ്. ഓൾറെഡി ചരിത്രം, ഭരണഘടന എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ട് വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയത്തിന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കറണ്ട് അഫേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിൽ ഇത് തീരുന്നതല്ല. മാത്രമല്ല, ഡിസ്കസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഫാക്ടേഴ്സുമായി അല്ലെങ്കിൽ ഫാക്ട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ ഇത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് പുറമെ വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ച ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തോട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കടലും തീരപ്രദേശവും പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്നാണ്. കടലും തീരപ്രദേശവും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സിവിക്സിലാവട്ടെ, കേരളവും ഭരണവും ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിലാവട്ടെ നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കണ്ടന്റും കൂടിയാണ്. ഒരു കറണ്ട് അഫെയർ ആണ്. അറിഞ്ഞിരിക്കുക. ഉത്തരം ശുചിത്വ സാഗരം. എന്താണ് ശുചിത്വ സാഗരം? ഓക്കെ, കടലും തീരപ്രദേശവും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം. ശുചിത്വ സാഗരം മനസ്സിലാക്കുക. ശുചിത്വ സാഗരം പദ്ധതിയുടെ ഫാക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന്, കടലും തീരപ്രദേശവും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഓക്കെ, ഇതിന് പ്രചാരണ മുദ്രാവാക്യം എന്ന് പറയുന്നത് കടലിനെ അറിയാം, കടൽ കാറ്റേൽക്കാം, കടൽ തീരമണിയാം. എന്താണ്? കടലിനെ അറിയാം, കടൽ കാറ്റേൽക്കാം, കടൽ തീരമണയാം. ഓക്കെ, കടലിനെ അറിയാം, കടൽ കാറ്റേൽക്കാം, കടൽ തീരമണയാം. ഓക്കെ, അപ്പൊ ഈ ഒരു മുദ്രാവാക്യം തന്നെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് തന്നെ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ശുചിത്വ സാഗരം. അപ്പൊ ഈ ശുചിത്വ സാഗരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള സർക്കാരിന്റെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 പദ്ധതികൾ കൂടെ പറയാൻ പോവാണ്. അതൊരു പക്ഷേ ഈ പറയുന്ന ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാവണമെന്നില്ല, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായിരിക്കാം. അപ്പൊ 2-3 പദ്ധതികൾ കൂടെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പോവാം. ഒന്നാമത്തെയാണ് ആശാധാര. എന്താണ് ആശാധാര? ആശാധാര എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത? രക്തജന്യ രോഗങ്ങളായ ഹീമോഫിലിയ, അരിവാൾ രോഗം, തലാസീമിയ. ഓക്കെ, ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ ഈ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആശാധാര. ആശാധാര. അപ്പൊ നമ്മള് ശുചിത്വ സാഗരത്തിന് പുറമെ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പദ്ധതിയാണ് ആശാധാര. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ ഈ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സാ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ആശാധാര. രണ്ടാമത്തെ പദ്ധതി നവകിരണം. മനസ്സിലാക്കുക. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ ശ്രദ്ധിച്ചു നോട്ട് ചെയ്തോണേ. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് നവകിരണം. വയനാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ട് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. മനസ്സിലാക്കുക, വളരെ ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയാണത്. നവകിരണം എന്ന് പറഞ്ഞാൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ അവരുടെ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയും കൂടിയാണ് നവകിരണം. നെക്സ്റ്റ്, വിവ കേരളം. വിവ കേരളവുമായി ബന്ധപ്പെട്ട് 2 ഫാക്ട്സ് പഠിക്കാനുണ്ട്. എന്താണ് വിവ കേരളം എന്ന് പറയുന്നത്? 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും, എത്രയാണ്? 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം. അപ്പൊ ആരിലൊക്കെയാണ്? 15 തൊട്ട് 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ അനീമിയ കണ്ടെത്തി അതിനുവേണ്ട ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പദ്ധതിയുടെ പേരാണ് വിവ കേരളം. എന്താണ് വിവ എന്ന് പറഞ്ഞാൽ? വിളർച്ചയിൽ നിന്നും വളർച്ചയിലോട്ട്. എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലോട്ട്. വിവ എന്ന് പറഞ്ഞാൽ വി വിളർച്ച, വ വളർച്ച. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നുള്ളതാണ് വിവയുടെ ഒരു പൂർണ്ണ രൂപം എന്ന് കൂടെ മനസ്സിലാക്കണോ. അപ്പൊ ഇത്രയും പദ്ധതികൾ ഏതൊക്കെയാ പറഞ്ഞത്? ഇപ്പം ആദ്യം പറഞ്ഞത് ആശാധാര, രണ്ടാമത് പറഞ്ഞത് നവകിരണം, മൂന്നാമത് പറഞ്ഞത് വിവ കേരളം. നാലാമത് അങ്കണം. സംസ്ഥാനത്തെ
അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അടുത്തതോ മെറിഹോം. മെറിഹോം മെറിഹോം ശ്രദ്ധിച്ചിരിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് മെറിഹോം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് ഇത് മെറിഹോം. ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് മെറിഹോം. മനസ്സിലാക്കുക, മെറിഹോം ഭിന്നശേഷിക്കാർക്കുള്ള ഭവന വായ്പാ പദ്ധതി. അങ്കണം അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. മൂന്നാമത് വിവാ കേരളം. 15 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അനീമിയ കണ്ടെത്തി അതിനുള്ള ചികിത്സാ പദ്ധതി, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. നാലാമത് നവകിരണം. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് നവകിരണം. നെക്സ്റ്റ് ആശാധാര. രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹിമോഫിലിയ, അരിവാൾ രോഗം, തെലാസീമിയ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് ശുചിത്വ സാഗരം. തീരപ്രദേശവും കടലും തീരപ്രദേശവും മാലിന്യമുക്തമാക്കുക, പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലിനെ അറിയാം, കടൽ കാറ്റേൽക്കാം, കടൽ തീരം അണയാം. ഈ മുദ്രാവാക്യം കൂടെ ഓർത്തിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആരും മറക്കരുത്, വിട്ടുപോകരുത്, എല്ലാം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ നടന്ന 7ാമത് പക്ഷി സർവേയിൽ എത്ര പുതിയ ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയത്? ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇതിന് പ്രത്യേക കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏത് നാഷണൽ പാർക്കിലാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. രണ്ടാമത്, എത്രാമത്തെ പക്ഷി സർവേയാണ്? 7ാമത് 7th പക്ഷി സർവേയാണ്. ഇതിൽ എത്ര ഇനം പുതിയ പക്ഷികളെയാണ് കണ്ടെത്തിയത്? എത്ര ഇനമാണ്? അതാണ് ചോദ്യം. 17 പുതിയ ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 17 പുതിയ ഇനം പക്ഷികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 2023 ഡിസംബർ 27 ഡിസംബർ 27നും 29നും ഇടയിൽ നടന്ന 7ാമത് പക്ഷി സർവേ. എത്രാമത്തെയാണ്? 7ാമത് പക്ഷി സർവേയിൽ 17 പുതിയ പക്ഷികൾ ഉൾപ്പെടെ മൊത്തം 175 ഇനങ്ങളെ കണ്ടെത്തി. 17 പുതിയതാണ്, ബാക്കി പഴയ തന്നെയാണ്. മൊത്തത്തിൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ 175 പക്ഷി ഇനങ്ങളെ കണ്ടെത്തി 7ാമത് സർവേയിലൂടെ കേട്ടോ. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ഈ സർവേ നടത്തിയത്? കേരള നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. കേരള നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് വനം വകുപ്പ് ഈ ഒരു കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, എന്നാണ് ഈ നാഷണൽ പാർക്കിൽ, സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ആദ്യത്തെ പക്ഷി സർവേ നടന്നത്? 1990 ആദ്യത്തെ പക്ഷി സർവേ നടത്തിയത്. അന്നത്തെ സർവേ ഗ്രൂപ്പ് അംഗങ്ങളായിരുന്ന PK ഉത്തമൻ, C സുശാന്ത്, KS ജോസ് എന്നിവരും പങ്കെടുത്തു എന്നത് ഇത്തവണത്തെ പക്ഷി സർവേയുടെ പ്രത്യേകതയാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അന്നത്തെ ആദ്യത്തെ പക്ഷി സർവേ 1990 അന്ന് പങ്കെടുത്ത പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇന്നത്തെ, അതായത് 2023 ഈ 7ാമത്തെ സർവേയിലും പങ്കെടുത്തു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയായിരുന്നു. 2020 ശരിക്കും 7ാമത്തെ സർവേ പ്ലാൻ ചെയ്തിരുന്നത്. കോവിഡ് കാരണം നീട്ടിവെക്കുകയായിരുന്നു. 2023 ഡിസംബർ 27നും 29നും ഇടയിലാണ് 7ാമത്തെ പക്ഷി സർവേ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടന്നത്. 17 പുതിയ ഇനം പക്ഷികളെ കണ്ടെത്തി. മൊത്തം എത്ര പക്ഷികളായിപ്പോ? 175 ഇനങ്ങളെയാണ് മൊത്തത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തോട് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജായ സുവാരി ബ്രിഡ്ജ് ഏത് ദേശീയ പാതയുടെ ഭാഗമാണ്? ഈ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ 2 ഫാക്ട് അല്ലെങ്കിൽ 3 ഫാക്ട് പഠിക്കുകയാണ്. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ ബ്രിഡ്ജിന്റെ പേര് പഠിക്കുകയാണ്. എന്താണ്? സുവാരി ബ്രിഡ്ജ് അല്ലെ? സുവാരി ബ്രിഡ്ജ്. അത് എന്ത് ബ്രിഡ്ജാണ്? കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് രണ്ടാമത്തെ. അപ്പൊ അവിടെ വേറെ ചോദ്യം വരുന്നുണ്ട്. ഒന്നാമത്തെ ഏതാന്നുള്ളത് നമുക്ക് റിലേറ്റഡ് ഫാക്ട്സിൽ പഠിക്കാം. രണ്ടാമത്, ഇത് ഏത് ദേശീയ പാതയുടെ ഭാഗമാണെന്നാണ്. അപ്പൊ ആ ദേശീയപാത പഠിക്കുമ്പോൾ ആ ദേശീയപാത എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകണം. അപ്പം ഇതിന്റെ സംസ്ഥാനം പഠിക്കുന്നു, ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ കേബിൾ ബ്രിഡ്ജ് അത് മനസ്സിലാക്കി. അതുപോലെ തന്നെയാണെങ്കിൽ ഇത് ദേശീയപാതയുടെ ഭാഗമാണെന്ന് നോക്കാൻ പോകുന്നു. ആ ദേശീയപാത എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നു. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഇത് NH 748 എന്ന് പറയുന്ന നാഷണൽ ഹൈവേയുടെ ദേശീയപാതയുടെ ഭാഗമാണ്. ഇതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആയിട്ടുള്ള സുവാരി ബ്രിഡ്ജ് എന്ന് മനസ്സിലാക്കാം. ഇനി ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. എന്താണ് സുവാരി ബ്രിഡ്ജ്? അറിഞ്ഞിരിക്കാം, ഇന്ത്യയിലെ വടക്കൻ ഗോവയ്ക്ക്, എവിടെയാണ്? വടക്കൻ ഗോവ, നോർത്തേൺ ഗോവ, തെക്കൻ ഗോവ. നോർത്തേൺ ഗോവയ്ക്കും തെക്കൻ ഗോവയ്ക്കും ഇടയിലുള്ള പാലമാണ് സുവാരി ബ്രിഡ്ജ്. നോർത്തേൺ ഗോവയ്ക്കും സദേൺ ഗോവയ്ക്കും ഇടയിലുള്ള ഒരു പാലമാണ് സുവാരി ബ്രിഡ്ജ്. നമ്പർ 1. നമ്പർ 2, സുവാരി ബ്രിഡ്ജിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
640 മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 640 മീറ്റർ ആണ് സുവാരി ബ്രിഡ്ജിന്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിന്റെ നീളം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത് ഈ സുവാരി ബ്രിഡ്ജ് എന്ന് പറയുന്ന 640 മീറ്റർ നീളമുള്ള വടക്കൻ ഗോവയ്ക്കും തെക്കൻ ഗോവയ്ക്കും ഇടയിലുള്ള ഈ പാലം. ഓക്കെ, എന്നാണ് സുവാരി ബ്രിഡ്ജ്, രണ്ടാമത്തെ ഏറ്റവും വലിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. ഇനി മനസ്സിലാക്കുക, ഈ സുവാരി ബ്രിഡ്ജ് ഏതിന്റെ ഭാഗമാണ്? NH 748. NH 748 എവിടുന്നാണ് തുടങ്ങുന്നത്? കർണാടകയിലെ ബെൽഗാം. കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് ആരംഭിച്ച് വടക്കൻ ഗോവ ജില്ലയിലെ പനാജിയിൽ അവസാനിക്കുന്ന ദേശീയപാതയാണ് NH 748. അപ്പൊ നാഷണൽ ഹൈവേ 748 കർണാടകയിലെ ബെൽഗാമിൽ തുടങ്ങി പിന്നെ വടക്കൻ ഗോവ, നോർത്തേൺ ഗോവയില് പനാജിയിൽ അവസാനിക്കുന്ന ഒരു ബ്രിഡ്ജ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 745 ബ്രിഡ്ജ് അല്ല, ഒരു നാഷണൽ ഹൈവേ ആണ്, ദേശീയപാതയാണ്. 748 മറക്കരുത്. ഈ 748 നാഷണൽ ഹൈവേയും നാഷണൽ ഹൈവേ 748 സുവാരി ബ്രിഡ്ജും കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക. രണ്ട് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് അപ്പൊ ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടാമത്തെയാണ് സുവാരി സേതു അല്ലെ, സുവാരി ബ്രിഡ്ജ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? സുദർശൻ സേതു. രണ്ടും കറണ്ട് അഫെയർ ആണ്. ഈ സുവാരി ബ്രിഡ്ജ് 2023 പ്രശസ്തമായതെങ്കിൽ 2023 അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതെങ്കിൽ ഈ സുദർശൻ സേതു 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർ ആണ്, ഈ വർഷത്തെ കറണ്ട് അഫെയർ ആണ്. അറിഞ്ഞിരിക്കുക, സുദർശൻ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം, കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സുദർശൻ സേതു. അറിഞ്ഞിരിക്കുക, ശ്രീകൃഷ്ണന്റെ പ്രശസ്തമായിട്ടുള്ള ദ്വാരകാധീശ് ക്ഷേത്രം, ഈ ദ്വാരകാധീശ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വാരക നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഓഖ തുറമുഖം. ഈ ഓഖ തുറമുഖത്തിനടുത്തുള്ള ഒരു ദ്വീപാണ് ബെറ്റ് ദ്വാരക. ഓക്കെ, ഇത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കുക. എന്താ ഇതിന്റെ ഒരു ഇതുവരെ എന്താ പറയുന്നത്? ദ്വാരകാധീശ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വാരക, ആ ദ്വാരക നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഓഖ തുറമുഖം. ഈ ഓഖ തുറമുഖത്തിനടുത്തുള്ള ഒരു ദ്വീപാണ് ഏത്? ബെറ്റ് ദ്വാരക. എന്താണ് ബെറ്റ് ദ്വാരക? ഇനി അറിഞ്ഞിരിക്കുക, ഈ ഓഖ മെയിൻലാൻഡിനെയും ഈ ബെറ്റ് ദ്വാരക ദ്വീപിനെയും ബെറ്റ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു. കേബിൾ സ്റ്റേ ബ്രിഡ്ജ് ആണ് സുദർശൻ സേതു അഥവാ ഓഖ ബെറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ്. ഓക്കെ, സുദർശൻ സേതു എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഖ ബെറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ്. എന്താണ്? ഓഖ ബെറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ്. അപ്പം ഗുജറാത്തിലെ ഓഖ മെയിൻലാൻഡിനെയും അതുപോലെ തന്നെയാണെങ്കിൽ ഈ ബെറ്റ് ദ്വാരക ദ്വീപിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഈ പറയുന്ന സുദർശൻ സേതു. അതിന്റെ പേരാണ് ഓഖ ബെറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് കേട്ടോ, മറക്കാൻ പാടില്ല. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്ന് അറിഞ്ഞിരിക്കുക, സുദർശൻ സേതു. ഓക്കെ, യെസ്, ഏകദേശം 2.5 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സുവാരി ബ്രിഡ്ജിനെ കുറിച്ച് മനസ്സിലാക്കി. നാഷണൽ ഹൈവേ 748 ബന്ധപ്പെട്ടിരിക്കുന്നു. സുദർശൻ സേതു ഗുജറാത്തിലെ ഓഖ മെയിൻലാൻഡിനെയും അതുപോലെ തന്നെ ആണെങ്കിൽ ബെറ്റ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇത് അറിയപ്പെടുന്നത് ഓഖ ബെറ്റ് ദ്വാരക സിഗ്നേച്ചർ എന്നും കൂടാണ് അറിഞ്ഞിരിക്കട്ടോ. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിലേറ്റഡ് ഫാക്ട്സ്. എല്ലാവരും എഴുതിയെടുത്തു വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റോട്ട് കിടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, സുന്നി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അടുത്ത വളരെ പ്രധാനപ്പെട്ട ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള, ജോഗ്രഫിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള റിവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്, കറണ്ട് അഫെയർ ആണ്. സുന്നി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ ഒരു പുതിയ ജലവൈദ്യുത പദ്ധതി വരുന്നു, പുതിയ അണക്കെട്ട് വരുന്നു. അതിനുള്ള തത്വത്തിലുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്, അതിനുള്ള ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, 382 മെഗാവാട്ട് ശേഷിയുള്ള സുന്നി ജലവൈദ്യുത പദ്ധതി നിയന്ത്രണം സത്ലജ് ജൽ വിദ്യുത് നിഗം ലിമിറ്റഡിനാണ്. അപ്പൊ ഇതിന്റെ നിയന്ത്രണം ആർക്കാണ്? സത്ലജ് ജൽ വിദ്യുത് നിഗം ലിമിറ്റഡ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലായിരിക്കും എന്നുള്ളത്. ഏത് നദിയിലാണ്? സത്ലജ് നദി. ഓക്കെ, സത്ലജ് നദി മനസ്സിലാക്കുക. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സത്ലജ് നദിക്ക് കുറുകെയാണ്, അല്ലെങ്കിൽ സത്ലജ് നദിയിലാണ് ഈ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് സുന്നി ജലവൈദ്യുത പദ്ധതി. സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. നോട്ട് ചെയ്തല്ലോ. അടുത്ത പോയിന്റോട് കിടക്കാണ്, അടുത്ത ക്വസ്റ്റ്യനോട് കിടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം
സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് ഏത്? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് എന്നുള്ളതാണ് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം നീലക്കുറിഞ്ഞി. അപ്പോ ഒരു സസ്യത്തെ ഓക്കെ സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് അതിനെ കൃഷി ചെയ്യുന്നതും അതിനെ അതിനെ നശിപ്പിക്കുന്നതും ഒക്കെ ശിക്ഷാർഹമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. മനസ്സിലാക്കുക, നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വെക്കുക, ഓക്കെ, നശിപ്പിക്കുക. ഇതെന്താണ്? ഇനി മുതൽ ശിക്ഷാർഹമാണ്, കാരണം ഇവയെ സംരക്ഷിത സസ്യവനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് 3 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയുമാണ് ഇതിന്റെ ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, നീലക്കുറിഞ്ഞിയെ എന്താക്കി മാറ്റിയിരിക്കുന്നു? ഓക്കെ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ്. അതിനെ നശിപ്പിക്കാൻ കൈവശം വെക്കുക, ഇതിന്റെ പൂക്കളോ ചെടികളോ കൈവശം വെക്കുക എന്നുള്ളത് ശിക്ഷാർഹമായുള്ള കുറ്റമായി മാറിയിരിക്കുന്നു. സ്വന്തമായി കൃഷി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. രാജ്യത്ത് 6 സസ്യങ്ങൾ മാത്രമാണ് സംരക്ഷിത വിഭാഗത്തിൽ മുമ്പുണ്ടായിരുന്നത്. 2023 ഈ ഒരു ലിസ്റ്റ് ഒന്നോടുകൂടി പുതിയ പ്രഖ്യാപനത്തിൽ 19 ഇനം സസ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാക്കുക, ഓക്കെ, നീലക്കുറിഞ്ഞി അടക്കം 19 ഇനം സസ്യങ്ങളെ കൂടി ഈ ഒരു ലിസ്റ്റിൽ സംരക്ഷിത സസ്യത്തിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഈ ലിസ്റ്റ് ഒന്നും കൂടെ വിപുലമാക്കിയിരിക്കുന്നു, വലുതാക്കിയിരിക്കുന്നു മനസ്സിലാക്കുക. അക്കൂട്ടത്തിൽ കേരളത്തിൽ നടന്നിരിക്കാനുള്ള ഏതാണ്? നീലക്കുറിഞ്ഞാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. നെക്സ്റ്റ് 6ാമത്തെ ചോദ്യം, ഓറഞ്ച് നിറത്തിലുള്ള പെയിന്റഡ് ബാറ്റ് എന്ന അത്യപൂർവ ഇനം വവ്വാലിനെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഏതാണ്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓറഞ്ച് നിറത്തിലുള്ള പെയിന്റഡ് ബാറ്റ് എന്ന അത്യപൂർവ ഇനം വവ്വാലിനെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഏതാണ്? ഓക്കെ, കാങ്കർവാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എല്ലാവരും കമന്റിൽ കമന്റ് ചെയ്യുക. കാങ്കർവാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? ഒരു സംസ്ഥാനത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് കാങ്കർവാലി. ഞാനിവിടെ പറയുന്നില്ല. ആ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇലക്ഷൻ നടന്നിരുന്നു, പുതിയ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ജസ്റ്റ് ഹിന്റുകളാണ്. അപ്പൊ കാങ്കർവാലി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 2023 ജനുവരിയിൽ സസ്യ ഗവേഷകർ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ കാര ഇനത്തിൽപ്പെട്ട പുതിയ സസ്യം ഏതാണ്? കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? ഉത്തരം കാംതിയം വേമ്പനാഡൻസിസ്. എന്താണ്? കാംതിയം വേമ്പനാഡൻസിസ്. ഓക്കെ, 2023 കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ കാര ഇനത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് കാംതിയം വേമ്പനാഡൻസിസ്. ഓക്കെ, ആലപ്പുഴ SD കോളേജിലെ സസ്യശാസ്ത്ര ഗവേഷകയായ SOGയും ഗൈഡായ ഡോക്ടർ T സുനിൽകുമാർ മുഹമ്മയും ചേർന്നാണ് ഈ കാരയെ അന്തർദേശീയ തലത്തിൽ എത്തിച്ചത്. അനൽസ് ഓഫ് പ്ലാന്റ് സയൻസസ് എന്നാണ് അനൽസ് ഓഫ് പ്ലാന്റ് സയൻസസ് എന്ന അന്തർദേശീയ ശാസ്ത്ര പ്രസിദ്ധീകരണത്തിനാണ് കാര ഇടം നേടിയത്. അനൽസ് ഓഫ് പ്ലാന്റ് സയൻസസ് എന്ന അന്തർദേശീയ ശാസ്ത്ര പ്രസിദ്ധീകരണത്തിലാണ് കാര ഇടം നേടിയെന്ന് മനസ്സിലാക്കാം. ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കാംതിയം വേമ്പനാഡൻസിസ് എന്നും കൂടെ അറിഞ്ഞിരിക്കട്ടോ. കാംതിയം വേമ്പനാഡൻസിസ്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഉത്തരം കൂവം. ഓക്കെ, തമിഴ്നാട്ടിലൂടെ ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കൂവം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദിയാണ് കൂവം. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ഏതാണ്? ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പൊ ചെന്നൈ ഇന്റർനാഷണൽ മീനമ്പാക്കത്തെ ചെന്നൈ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണെങ്കിൽ എന്ത് തുടങ്ങിയിരിക്കുന്നു? തിയേറ്റർ തുടങ്ങിയിരിക്കുന്നു. അതെന്തായി മാറി? ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്ററുള്ള വിമാനത്താവളമായിട്ട് മാറുന്നു. ഈ തിയേറ്റർ തുടങ്ങിയിരിക്കുന്നത് PVR സിനിമാസ് ആണ്. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ തിയേറ്റർ തുടങ്ങിയിരിക്കുന്നത് PVR സിനിമാസ് ആണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ ഇന്റർനാഷണൽ വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമാ തിയേറ്ററുള്ള വിമാനത്താവളമായിട്ട് മാറുന്നു കേട്ടോ. യെസ്, ലാസ്റ്റ് ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ ചുഴലിക്കാറ്റും കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ന്യൂസിലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ന്യൂസിലൻഡ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ന്യൂസിലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ന്യൂസിലൻഡ് പ്രൈം മിനിസ്റ്റർ ആരാണെന്നുള്ളത് കമന്റ് ചെയ്യാം.
അപ്പൊ ഇതാണ് ഈ ഒരു ഫാക്ടറുമായി ബന്ധപ്പെട്ട് ആകെ അറിഞ്ഞിരിക്കാനുള്ളത്. നമ്മൾ 10 ക്വസ്റ്റ്യൻസോട് കൂടി ഭൂമിശാസ്ത്രം നിർത്തുന്നില്ല. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ടതും ഞാൻ വളരെ സെലക്റ്റീവ് ആയുള്ള കറണ്ട് അഫേഴ്സ് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. വാരി വലിച്ച് പഠിപ്പിക്കുന്നില്ല. ആവശ്യമുള്ളത് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രമേ ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട് ചെയ്തിട്ട് പോവാ, ഒന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. അടുത്ത ദിവസം നമ്മൾ ഈ ജോഗ്രഫിയുടെ കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് ജോഗ്രഫിയുടെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിന് മുമ്പുള്ള സെഷൻസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ചലഞ്ചർ ആപ്പിൽ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ചും ഈ വരുന്ന 20-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. പ്രിലിംസും മെയിൻസും കൂടെ ചേർന്ന ബാച്ചാണ്. അപ്പൊ ജോയിൻ ചെയ്ത താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. താങ്ക് യു.